സംസ്ഥാനത്തെ 500 മെഗാവാട്ടിന്റെ ദീർഘകാല കരാറിനുള്ള കെ.എസ്.ഇ.ബി. അപേക്ഷയ്ക്ക് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകാരം നൽകിയതിൽ പ്രതീക്ഷ കണ്ട് കെ.എസ്.ഇ.ബി. 15 വർഷത്തേക്കുള്ള കരാറിലാണ് ഏർപ്പെടുക. കമ്മീഷൻ അനുമതി ലഭിച്ചതോടെ ദീർഘകാലത്തേക്ക് വൈദ്യുതി വാങ്ങാനുള്ള DBFOO മാതൃകയിൽ ടെൻഡർ നടപടികളിലേക്ക് ഉടൻ കെ.എസ്.ഇ.ബി. കടക്കും. ടെൻഡർ രേഖ തയ്യാറാക്കാനും കരാറുകാരുമായുള്ള ചർച്ചകൾക്കുമായി പവർ ഫിനാൻസ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ എത്ര രൂപയ്ക്ക് വൈദ്യുതി കിട്ടുമെന്നത് നിർണായകമാണ്. മുമ്പുള്ള ദീർഘകാല കരാറുകൾ റദ്ദായത് കെ.എസ്.ഇ.ബിക്ക് വലിയ സാമ്പത്തിക ഭാരമായി. ഇതിൽ അഴിമതി പോലും ഉന്നയിച്ചു. ഇതിനിടയിലാണ് പുതിയ തീരുമാനം. അതിനിടെ ഉപഭോഗം ആസൂത്രണം ചെയ്യുന്നതിനിടെ വൈദ്യുതി ഉപയോക്താക്കൾക്ക് ബില്ലിൽ 20% വരെ ലാഭിക്കാമെന്ന് കെ.എസ്.ഇ.ബി. പറയുന്നു. വൈദ്യുതി ഉപഭോഗം ഏറ്റവും കൂടുതലുള്ള സമയത്ത് ഉപയോക്താക്കളിൽ നിന്ന് തുക ഈടാക്കി ഉപയോഗം കുറവുള്ള സമയത്ത് നിരക്കിളവ് നൽകുന്ന ടൈം ഓഫ് ദ ഡേ താരിഫ് നടപ്പിലാക്കുന്നതിലൂടെയാണിത്. പകൽ 8 മണിക്കൂർ നിരക്ക് കുറവായിരിക്കും. വൈദ്യുതി വില കൂടുതലുള്ള തിരക്കേറിയ സമയങ്ങളിലെ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കി വൈകിട്ട് 6-ന് മുമ്പോ രാത്രി 10-ന് ശേഷമോ ഉള്ള ഉപയോഗത്തിലേക്ക് ഉപയോക്താക്കളെ മാറ്റുകയാണ് TODB രീതി. TOD മീറ്ററുള്ള 65% ഉപയോക്താക്കൾക്ക് പുതിയ നിരക്ക് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും. ബാക്കിയുള്ളവർക്ക് മീറ്റർ സ്ഥാപിക്കാൻ ഏപ്രിൽ വരെ സമയം നൽകിയിട്ടുണ്ട്. മാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന 7.87 ലക്ഷം ഗാർഹിക ഉപയോക്താക്കൾക്ക് ഇതിലൂടെ പ്രയോജനം ലഭിക്കും. ഊർജ്ജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കുകയും വൈകുന്നേരങ്ങളിലെ കൂടിയ ഉപയോഗം നിയന്ത്രിക്കുകയുമാണ് ലക്ഷ്യം. രാത്രിയിലെ വൈദ്യുതി ആവശ്യം 5800 മെഗാവാട്ടിലെത്തി. കഴിഞ്ഞ വർഷം മാത്രം വൈദ്യുതി ഉപയോഗത്തിൽ 13% വർധനയുണ്ടായി. TOD താരിഫ് സമ്പ്രദായം നടപ്പിലാക്കുന്നതിലൂടെ വില കൂടിയ വൈദ്യുതി വാങ്ങുന്നത് കുറയ്ക്കാനാകുമെന്ന് കെ.എസ്.ഇ.ബി. ലക്ഷ്യമിടുന്നുണ്ട്. വൈദ്യുതിയുടെ കാര്യത്തിൽ നട്ടം തിരിഞ്ഞ സർക്കാരും വൈദ്യുതി ബോർഡും നിൽക്കുകയാണ്. വൈദ്യുതി ക്ഷാമം രൂക്ഷമായതോടെയാണ് സംസ്ഥാന സർക്കാർ മുമ്പ് റദ്ദാക്കിയ പഴയ വൈദ്യുതി ടെൻഡറിന്റെ ചർച്ചയായത്. നടപടിക്രമങ്ങളുടെ പേരിലാണ് സർക്കാരും വൈദ്യുതി റെഗുലേറ്ററി ബോർഡും ചേർന്ന് ഇത് റദ്ദാക്കിയത്. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്താണ് യൂണിറ്റിന് 4.29 രൂപ പരമാവധി നൽകി 25 വർഷത്തേക്ക് 500 മെഗാവാട്ടിന്റെ കരാർ സ്വകാര്യ കമ്പനികളുമായി ഉണ്ടാക്കിയത്. നടപ്പിലായി 7 വർഷം കഴിഞ്ഞപ്പോഴാണ് നടപടിക്രമങ്ങളിലെ വീഴ്ചയുടെ പേരിൽ റദ്ദാക്കപ്പെട്ടത്. ഇനിയും 18 വർഷങ്ങൾ കൂടി ഇതേ നിരക്കിൽ വൈദ്യുതി ലഭിക്കുമായിരുന്ന സ്ഥാനത്താണ് വൈദ്യുതി ക്ഷാമത്താൽ കേരളം വലയുന്നത്. ദീർഘകാല കരാർ 3 കമ്പനികളുമായിട്ടായിരുന്നു. 115 മെഗാവാട്ട് 4.11 രൂപയ്ക്കും 350 മെഗാവാട്ട് വൈദ്യുതി 4.29 രൂപയ്ക്കുമാണ് നൽകാമെന്ന് കരാറുണ്ടായിരുന്നത്.